കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നേ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കണമെന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ഈ പിങ്ക് ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്നത്. ഒരുപാട് പലയിടത്തും ഉണ്ടെങ്കിലും എല്ലായിടത്തും ഇരുന്നത് വൈറ്റ് ആയിരുന്നു. അപ്പം 2-3 രൂപ കഴിച്ച ആൾക്കാരൊക്കെ പറഞ്ഞത് വൈറ്റിനെക്കാട്ടി നല്ലത് പിങ്ക് ആണ് ടേസ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യമേ കഴിക്കുകയല്ലേ, ആദ്യമായിട്ട് കഴിക്കുമ്പോൾ നമ്മൾ വൈറ്റ് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് പിങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ പ്രാവശ്യം ലുലുവിൽ പോയപ്പോഴത്തേക്ക് പിങ്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. എന്തായാലും ഒരെണ്ണം വാങ്ങിയായിരുന്നേ. അരിഞ്ഞപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല കളർഫുള്ളാണ്. പിന്നെ അരിഞ്ഞ് കഴിച്ച് നോക്കിയപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഒന്നും അങ്ങനെ പറയാനില്ല, പുളിപ്പും ഇല്ല മധുരവും ഇല്ല, അങ്ങനത്തെ ഒരു വല്ലാത്ത ഒരു സാധാ എന്തോ ഒരു സാധനം കഴിക്കുന്നത് പോലത്തെ ഒരു ഫീലായിരുന്നു. പക്ഷേ എങ്കിലും കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നമ്മൾ സാധാരണ കിവി കഴിക്കുമ്പോൾ കുറച്ച് പുളിപ്പ് ഉണ്ടാവുമല്ലോ, പക്ഷേ ആ ഒരു പുളിയോ ഒന്നും ഇല്ലാതെ ഈ കഴിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഞാൻ എന്തായാലും എല്ലാവരും നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, പിന്നെ വെച്ച് ഷേക്ക് തന്നെ അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കട്ടപ്പാലിനെ നമ്മൾ നന്നായിട്ട് പൊടിച്ച് ഇതിന് ജാറിലോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ടായിരുന്നേ. അപ്പം സാധാരണ നമ്മൾ ഷേക്ക് അടിക്കുമ്പോൾ ഒരു പഴം ചേർക്കുന്നത് ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഫ്രൂട്ട് ചേർത്തത് കൊണ്ട് ഞാൻ പിന്നെ വേറെ പഴം ചേർത്തില്ല. വേണമെങ്കിൽ ഒരു രസകദളി പഴം ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു പഴം ചേർക്കാവുന്നതാണ്. പിന്നെ ആവശ്യത്തിന് മധുരത്തിന് പഞ്ചസാര ഇട്ടു. പിന്നെ ഞാൻ കുറച്ച് കപ്പലണ്ടി കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഹോർലിക്സോ ബൂസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഷേക്ക് ആക്കി എടുത്തു. എന്തായാലും ഷേക്ക് എല്ലാവർക്കും ഇഷ്ടമായി.